ഖാദി ഗ്രാമോദ്योग ഭവൻ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. കോഴിക്കോട് സർവോദയ സംഘം, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് പൊന്നാനി ഖാദി ഗ്രാമോദ്योग ഭവനിൽ തുടക്കമായി. മുൻ എംപിയും പ്രമുഖ ഗാന്ധിയനുമായ സി ഹരിദാസ് മേള ഉദ്ഘാടനം ചെയ്തു. കെ.പി. നൌഷാദ് അലി MLA മുഖ്യാതിഥിയായി. മേളയുടെ ഭാഗമായി ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ടാറ്റ ടിയാഗോ കാർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരമാണ് ഖാദി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ കോഴിക്കോട് സർവോദയ സംഘം മാനേജർ സിജിത്ത്, ടി.കെ. അഷ്റഫ്, പ്രദീപ് കാട്ടിലായിൽ, ഉണ്ണികൃഷ്ണൻ പൊന്നാനി എന്നിവർ സംബന്ധിച്ചു. ഗാന്ധി ഇന്ത്യയെ കാണാൻ വരിക. ഗാന്ധിയുടെ വേഷം എന്തായിരുന്നു? ഷർട്ട്, കോട്ട്, ടൈയ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള വരവ്. അങ്ങനെ ഗാന്ധി ചോദിക്കുകയാണ് ആന്ധ്രയിലെ പാവപ്പെട്ട ഹരിജനങ്ങളോട്, എന്താ നിങ്ങൾക്ക് വസ്ത്രമില്ലേ? സ്ത്രീകളോട് ചോദിക്കുന്നു, പുരുഷന്മാരോട് ചോദിക്കുന്നു. അവിടെ വെച്ച് ഗാന്ധി എന്ത് ചെയ്തു അറിയാമോ? തൻ്റെ മുഴുവൻ വസ്ത്രങ്ങളും ഊരിക്കിട്ടു. കൂടെ കസ്തൂർബാ ഗാന്ധിയും കൊണ്ട് ഭാര്യ, എപ്പോഴും ഭാര്യ കൂടെ ഉണ്ടാവും. എല്ലാ വസ്ത്രവും ദൂരിട്ടിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങൾക്ക് എന്ന് മുഴുവൻ വസ്ത്രം ധരിക്കാൻ കഴിയുമോ, അന്ന് മാത്രമേ ഞാൻ പൂർണ്ണമായി വസ്ത്രം ധരിക്കുകയുള്ളൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ അഭിമാനമായി കൊണ്ടു നടന്നിരുന്നതാണ് ചർക്കയിൽ നൂല് നോക്കുക എന്നുള്ളത്. അങ്ങനെ ചർക്കയിൽ നൂല് നൂറ്റുകൊണ്ട് സ്വന്തം വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഗാന്ധി, മഹാത്മജി ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ നിരവധി സന്ദേശങ്ങൾ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി, ലോകത്തോട് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമ്പൂർണ്ണമായി സ്വയം പര്യാപ്തതയിലെത്തുക. ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഈ രാജ്യത്തെ പാവങ്ങളെയും പട്ടിണിക്കാരെയും ഇല്ലായ്മ ചെയ്യുവാൻ, ഈ രാജ്യത്തിന് വെളിച്ചമായി മാറുവാൻ ഗാന്ധി പ്രസ്ഥാനത്തിന് കഴിയും എന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ മഹാത്മാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ്.